ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂടെ ചെയ്യാൻ പോകുന്നത് മദേഴ്സ് ഡേ സ്പെഷ്യൽ ഒരു കാർഡാണ്. ഇത് സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാർഡാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ആദ്യം ഒരു A4 സൈസ് പേപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് രണ്ടായിട്ട് ഇതുപോലെ മടക്കി കൊടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്തായിട്ട് റൗണ്ട് ഷേപ്പിലുള്ള എന്തെങ്കിലും ഒരു സാധനം എടുക്കാം. ഞാനിപ്പോൾ സെലോ ടേപ്പാണ് എടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഞാനിതുപോലെ ഒന്ന് പെൻസിൽ വെച്ചിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, സർക്കിൾ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് അറ്റത്തായിട്ട് വരച്ചിട്ട് കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി അടുത്തായിട്ട് എടുക്കുന്നത് ഇതുപോലത്തെ ഒരു പിങ്ക് കളറിലുള്ള ഒരു കളർ പേപ്പറാണ്. നമുക്കിനി അതിനകത്തോട്ട് എന്തെങ്കിലും ഒരു ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫെവിക്കോൾ ആണെങ്കിലും മതി. ഞാനിപ്പോൾ ഒരു ഫെവിസ്റ്റിക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഈ പിങ്ക് കളറിന് പകരം നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കളറൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. റെഡൊക്കെ നല്ലതായിരിക്കും. ഇനി ഞാൻ അടുത്തായിട്ട് ഒരു ബ്ലാക്ക് കളർ സ്കെച്ച് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ കാണുന്ന പോലെ നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. കണ്ടോ, ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അടിയിലായിട്ട് ഇതുപോലെയും കൂടി ഒരു ബോ പോലെ നമുക്ക് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കളർ പേപ്പർ ഉണ്ടാക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. ഇതാണെങ്കിലും മതി. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതുപോലൊരു കുഞ്ഞ് സ്ക്വയർ പേപ്പർ എടുത്തിട്ട് രണ്ടായിട്ട് മടക്കി കൊടുക്കാം. എന്നിട്ട് ഈ കാണുന്ന പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കൊരു ഹേർട്ട് ഷേപ്പിൽ കിട്ടുന്നതായിരിക്കും. ഇതുപോലെ നമുക്ക് കുറച്ച് ഉണ്ടാക്കിയെടുക്കണം. പിന്നെ നിങ്ങൾ നേരത്തെ റെഡ് കളറാണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ ഈ ഒരു ഹേർട്ട് കട്ട് ചെയ്തെടുക്കുമ്പോഴും റെഡ് കളറിൽ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോഴായിരിക്കും നല്ല ഭംഗി കാണാനായിട്ട്. ഞാനിപ്പോൾ പല സൈസിൽ ഹേർട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഫെവിക്കോൾ വെച്ചിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ സ്കെച്ച് വെച്ച് വരച്ചില്ല, അതിൻ്റെ അറ്റത്തായിട്ടാണ് നമുക്ക് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഒട്ടിച്ചെടുത്തിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് ഇതുപോലെ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിലുള്ള ഒരു കളർ പേപ്പർ എടുക്കാം. എന്നിട്ട് നമുക്ക് ഗ്ലൂ യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഫെവിസ്റ്റിക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫെവിക്കോൾ ആണെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് ലൈറ്റ് പിങ്ക് ഷെയ്ഡിന് പകരം വേറെ ഏതെങ്കിലും ഒരു ലൈറ്റ് കളർ എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ പിങ്കാണ് നമ്മൾ നേരത്തെയൊക്കെ യൂസ് ചെയ്തത്, അതുകൊണ്ടാണ് ലൈറ്റ് പിങ്ക് ഷെയ്ഡ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ചും കൂടെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനകത്ത് മദേഴ്സ് ഡേ എന്നുള്ളത് എഴുതി കൊടുക്കാം. ഹാപ്പി മദേഴ്സ് ഡേ എന്നാണ് ഞാൻ എഴുതുന്നത്. അപ്പോൾ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് ഡിസൈനൊക്കെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിൻ്റെ ആ ഒരു സർക്കിളിൻ്റെ അറ്റത്തായിട്ട് ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട്. നമുക്കിതിന് പകരം ഫുള്ളായിട്ട് റൗണ്ടിലൊക്കെ വരയ്ക്കാം. പിന്നെ നിങ്ങളുടേതായ ഇഷ്ടത്തിന് നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസൈനൊക്കെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഞാൻ ഇതുപോലെ ഒരു 3 ഹേർട്ടും കൂടി ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് ഈ ഒരു ബ്ലാക്ക് സ്കെച്ച് വെച്ചിട്ട് തന്നെ നമ്മൾ നേരത്തെ ഹേർട്ട് ഉണ്ടാക്കി വെച്ചില്ലായിരുന്നോ, അതിൻ്റെ നടുക്ക് ഇതുപോലെ കുഞ്ഞ് ഹേർട്ട് വരച്ചിട്ട് ഇങ്ങനെ ഒന്ന് കളർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്കെച്ച് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ കളർ പേപ്പർ ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ഔട്ട്ലൈൻ കൊടുക്കാം. അപ്പോൾ ഞാൻ ബ്ലാക്ക് സ്കെച്ച് വെച്ചിട്ട് തന്നെയാണ് ഔട്ട്ലൈൻ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഔട്ട്ലൈൻ കൊടുത്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ചെറുതായിട്ട് ഇങ്ങനത്തെ ഒരു ഡിസൈനും കൂടെ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനമായിട്ട് നമ്മൾ പിങ്ക് കളർ പേപ്പർ ഒട്ടിച്ചില്ല, അതിനകത്ത് ഇതുപോലെ ഇങ്ങനെ ചെരിച്ചിട്ടൊന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കാർഡ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു കാർഡാണ്. അപ്പോൾ ഈ ഒരു കാർഡ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ ഇമേജസ് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലോട്ട് അയച്ചു തരിക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ID ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ചാനൽ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും എന്തെങ്കിലും ഡൗട്ട്സും സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിൽ നല്ലൊരു ക്രാഫ്റ്റായിട്ട് കാണുന്നവരും ബൈ. താങ്ക് യു.